ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ലോകത്തെ ഏറ്റവും വിപുലമായ കോവിഡ് വാക്സിനേഷൻ യജ്ഞം ഉടൻ രാജ്യത്ത് ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മംഗലാപുരം പ്രകൃതി വാതക പൈപ്പ് ലൈൻ നാളെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഇന്ന് 3021 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5145 പേർ രോഗമുക്തി നേടി. ഇന്ന് 19 മരണം. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചു. പന്തീരാങ്കാവ് UAPA കേസിൽ താഹ ഫസലിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ചെന്നൈയിൻ FC ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകത്തെ ഏറ്റവും വിപുലമായ കോവിഡ് പ്രതിരോധ യജ്ഞം ഇന്ത്യയിൽ ഉടൻ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ മെട്രോളജി സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ. വാക്സിൻ വിതരണത്തിനു മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് വാക്സിൻ. ശാസ്ത്രജ്ഞരിൽ രാജ്യം അഭിമാനം കൊള്ളുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും ആഗോള സ്വീകാര്യതയും ഉറപ്പുവരുത്തണമെന്നും ശ്രീ നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വ്യവസായാധിഷ്ഠിത സമീപനത്തിൽ നിന്നും ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഭാരതീയ നിർദ്ദേശക ദ്രവ്യ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ആഗോള സ്വീകാര്യത രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രയോജനകരമായിരിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കൊച്ചി മംഗലാപുരം പ്രകൃതി വാതക പൈപ്പ് ലൈൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പങ്കെടുക്കും. 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലാണ്. പദ്ധതി പൂർത്തിയായതോടെ സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും സാമ്പത്തിക വികസനത്തിനും വലിയ സാധ്യതയാണ് തുറന്നുകിട്ടിയിരിക്കുന്നത്. ചെലവ് കുറഞ്ഞ പ്രകൃതി വാതക ഇന്ധനം ലഭ്യമാക്കുന്നത് സംസ്ഥാനത്ത് വ്യാവസായിക വികസനത്തിന് കരുത്തുപകരും. സംസ്ഥാനത്ത് ഇന്ന് 3021 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി KK ശൈലജ അറിയിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5145 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33,508 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.02%. 19 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3160 ആയി. തൃശൂർ ജില്ലയിലെ ചേലക്കര സബ് വാർഡ് 4 പുതിയ ഹോട്ട്സ്പോട്ട്. പന്തീരങ്കാവ് UAPA കേസിൽ താഹ ഫസലിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. താഹയോട് ഉടൻ തന്നെ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കേസിലെ മറ്റൊരു പ്രതിയായ അലൻ ഷുഹൈബിന് ജാമ്യത്തിൽ തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. മുഖ്യമന്ത്രിയും CPIM-ഉം കേരളത്തിൽ മതസൌഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷം ആരോപിച്ച എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നു. പിൻവാതിൽ നിയമനങ്ങൾ നടത്തി പാർട്ടിക്കാരെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം BJPക്കും NDAയ്ക്കും അനുകൂലമായി കഴിഞ്ഞതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP സംസ്ഥാന ശില്പശാല കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ കോട്ടയത്ത് സംഘടിപ്പിച്ച മെഗാ അദാലത്തിൽ 17 പരാതികളിൽ തീർപ്പായി. 3 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടും. 30 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. സർക്കാർ ഓഫീസുകളിലെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഗ്രീൻ ഓഫീസ് സർട്ടിഫിക്കേഷനും ഗ്രേഡും നൽകുന്നു. സർക്കാർ ഓഫീസുകളിൽ മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക, മാലിന്യ ഉൽപാദനം ഇല്ലാതാക്കുക, രൂപപ്പെടുന്ന മാലിന്യങ്ങളെ തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായി സംസ്കരിക്കുക തുടങ്ങിയവയാണ് ഹരിത ഓഫീസുകളിലൂടെ ലക്ഷ്യമിടുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിക്ക് 23 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി KK ശൈലജ. 65 വയസ്സിനു മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൌജന്യ ചികിത്സ, സൌജന്യ മരുന്ന്, കൌൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ, ഹെൽപ്പ് ഡെസ്ക് എന്നീ സേവനങ്ങൾ നൽകി ആരോഗ്യ സുരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം.
ഇന്ത്യയിൽ പ്രതിദിന കോവിഡ് കേസുകൾ തുടർച്ചയായി കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 16,504 പേർ മാത്രമാണ് പുതുതായി രോഗബാധിതരായത്. ഇന്ത്യയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 2.5 ലക്ഷത്തിൽ താഴെയായി. കർഷക സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച ന്യൂഡൽഹിയിൽ അവസാനിച്ചു. 7ാം വട്ട ചർച്ചയാണ് ഇന്ന് നടന്നത്. അടുത്ത വട്ടം ചർച്ച ഈ മാസം 8-ന് നടത്താൻ തീരുമാനമായി. ആലപ്പുഴ ജില്ലയിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലെ പക്ഷികളെ നശിപ്പിക്കുന്നതിന് തീരുമാനമായി. നെടുമുടി, തകഴി, പള്ളിപ്പാട് പഞ്ചായത്തുകളിലും കരുവാറ്റയിലുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷികളെ നശിപ്പിക്കുന്ന നടപടികൾ നാളെ രാവിലെ തന്നെ ആരംഭിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. 3 ദിവസത്തിനുള്ളിൽ പക്ഷികളുടെ കള്ളിംഗ് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർഷകർ ആശങ്കയിലായി. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള കർഷകർ ആശങ്കയിലായി. കഴിഞ്ഞ മാസം കുട്ടനാട്ടിൽ താറാവുകൾ ചത്തപ്പോൾ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. 8 സ്ഥലങ്ങളിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ഇതിൽ 6 എണ്ണത്തിനാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. വൈശ്യംഭാവം, ചെമ്പുപുറം, തകഴി, കരുവാറ്റ, പള്ളിപ്പാട്, മാന്നാർ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ആയിരക്കണക്കിന് ആളുകളാണ് താറാവുകളെയും കോഴികളെയും വളർത്തി ഉപജീവനം നടത്തുന്നത്. കോവിഡ് വന്നപ്പോൾ തകർന്നു നിൽക്കുകയായിരുന്നു ഈ മേഖല. ക്രിസ്തുമസ് പുതുവത്സരമായതോടെ വിപണി ഉണർന്നു. എന്നാൽ വീണ്ടും ദുരന്തമെത്തി. 2014-ലും 2016-ലും പക്ഷിപ്പനി കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും വലിയ നാശമാണ് ഉണ്ടാക്കിയത്. അന്താരാഷ്ട്ര ബ്രെയിൽ ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയത്തിൽ വിവിധ വൈജ്ഞാനിക സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. കർണാലമൃതം ടോക്കിംഗ് ബുക്ക് യൂണിറ്റിൽ റെക്കോർഡ് ചെയ്ത 1 മുതൽ +2 വരെയുള്ള ഓഡിയോ പാഠപുസ്തകങ്ങളും പൊതുപുസ്തകങ്ങളും ഉൾപ്പെടുത്തിയുള്ള ടെലിഗ്രാം ചാനലും തുടങ്ങി. കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കോവിഡ്-19 സാഹചര്യത്തിലും വീട്ടിലിരുന്ന് പഠിക്കാനും SSLC, +2 പൊതുപരീക്ഷകൾക്ക് തയ്യാറെടുക്കാനും ഇതിലൂടെ സാധിക്കും. പ്രകാശവാണി ഓൺലൈൻ റേഡിയോ ലൂയി ബ്രൈൽ എപ്പിസോഡിനും തുടക്കമായി. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ ബ്രൈൽ ദിനം ആചരിച്ചു. പ്രസിഡന്റ് KJ വർഗീസ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി CK അബൂബക്കർ, വൈസ് പ്രസിഡന്റുമാരായ E ബാലകൃഷ്ണൻ, K സത്യശീലൻ, ഡോക്ടർ ഹബീബ് എന്നിവർ സംബന്ധിച്ചു. കുട്ടനാട് താലൂക്കിലെ പൊതുജന പരാതി പരിഹാര അദാലത്തിൽ ആകെ ലഭിച്ച 35 പരാതികളിൽ 34 പരാതികളും തീർപ്പാക്കി. ബാങ്ക് വായ്പ സംബന്ധിച്ച പരാതി വിശദീകരണത്തിനും മേൽ നടപടികൾക്കുമായി ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് നൽകി. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഹൈദരാബാദിനെ നേരിടും. ഗോവയിൽ രാത്രി 7:30-നാണ് മത്സരം. നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന പ്രമേയത്തിന് M. ഉമ്മർ MLA നോട്ടീസ് നൽകി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെന്ന് NIA സംശയിക്കുന്നവരുമായി സ്പീക്കർക്ക് ബന്ധമുണ്ടെന്ന് നോട്ടീസിൽ സൂചിപ്പിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് 5,70,000 രൂപയുടെ വിദേശ കറൻസി കസ്റ്റംസ് പിടികൂടി. ദുബായിലേക്ക് പോകാനെത്തിയ തലശ്ശേരി സ്വദേശിയിൽ നിന്നാണ് കറൻസി പിടികൂടിയത്. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിനായി ലേബർ കമ്മീഷണറേറ്റിൽ ആരംഭിച്ച കോൾ സെന്റർ വഴി കഴിഞ്ഞ മാസം ലഭിച്ച 103 പരാതികളിൽ 100 എണ്ണത്തിനും പരിഹാരമായതായി തൊഴിൽ വകുപ്പ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 307 പോയിന്റ് ഉയർന്ന് 48,176-ലും ദേശീയ സൂചിക നിഫ്റ്റി 114 പോയിന്റ് നേട്ടത്തിൽ 14,132-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തെ ഏറ്റവും വിപുലമായ കോവിഡ് വാക്സിനേഷൻ യജ്ഞം ഉടൻ രാജ്യത്ത് ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ നാളെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഇന്ന് 3,021 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5,145 പേർ രോഗമുക്തി നേടി. ഇന്ന് 19 മരണം. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചു. പന്തീരങ്കാവ് UAPA കേസിൽ താഹ ഫസലിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ചെന്നൈയിൻ FC ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.